ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മിർസാപൂർ എന്ന വെബ് സീരീസിന്റെ 8ാമത്തെ എപ്പിസോഡ് വീഡിയോ ആണ്. ഇതിന്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ കാലിം ബയ്യെ മീറ്റ് ചെയ്യാൻ വേണ്ടി അയാളുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്ന പുതിയ ഇൻസ്പെക്ടറെയാണ് കാണിക്കുന്നത്. കാലിം ബയ്യ അയാളോട് ആദ്യമായി വന്നതിന്റെ പേരിൽ സാറിന് കഴിക്കാൻ വേണ്ടി എന്തൊക്കെ സീറ്റ്സ് ആണ് വേണ്ടത് എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. എന്നാൽ ഈ സമയം ഇൻസ്പെക്ടർ താൻ ഇവിടെ വിരുന്നുകാരനല്ലെന്നും ഇവിടുത്തെ നാട്ടിലെ പ്രശ്നങ്ങളെല്ലാം പോലീസുകാർ നോക്കിക്കോളുമെന്നും കാലിം ബയ്യ ഇനി മുതൽ നാട്ടിലെ പ്രശ്നങ്ങളിൽ ഇടപെടേണ്ട കാര്യമില്ല എന്നുമെല്ലാം വാണിംഗ് പോലെ ഇൻസ്പെക്ടർ കൊടുക്കുന്നു. അവിടെ കച്ചത് ജോൺപൂരിൽ രവിശങ്കറിന്റെ കൂടെ ഡീലെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഗുണ്ടുവിനെയും ബബ്ലുവിനെയുമാണ് കാണിക്കുന്നത്. ഈ സമയം രവിശങ്കർ അയാൾ കൊടുത്ത ഓഫർ ഗുണ്ടുവും ബബ്ലുവും കൂടി നിരസിക്കാൻ പോവുകയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇവരെ കൊന്നുകളയാമെന്ന് അയാളുടെ ആൾക്കാരോടെല്ലാമായി പറയുന്നു. എന്നാൽ ഇതേ സമയം തന്നെ ഗുണ്ടു രക്ഷപ്പെടാൻ വേണ്ടി തന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണെല്ലാം യൂസ് ചെയ്ത് ശുക്ലയെ അവിടെ വെച്ച് തന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. ശുക്ല മരിച്ചെന്ന വിവരം ആ നാട് മുഴുവൻ പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആവുന്നു. വിവരം അറിഞ്ഞ മിനിസ്റ്റർ ഇലക്ഷൻ ടൈമിൽ പ്രശ്നങ്ങളൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ടും എന്തിനാണ് ശുക്ലയെ കൊന്നത് എന്നെല്ലാം ചോദിച്ചുകൊണ്ട് കാലിം ബയ്യയോട് ദേഷ്യപ്പെടുന്നു. എന്നാൽ കാലിം ബയ്യ അയാൾ തൻ്റെ കുട്ടികളെയെല്ലാം ആക്രമിക്കാൻ ശ്രമിച്ചെന്നും അതിൻ്റെ പേരിലാണ് താൻ ഓർഡർ ചെയ്ത പ്രകാരം തൻ്റെ ആൾക്കാർ ചെന്ന് ശുക്ലയെ കൊന്നത് എന്നുമെല്ലാം മിനിസ്റ്ററോട് പറയുന്നു. മിർസാപൂരിൽ എത്തിയ ഉടൻ തന്നെ ഗുണ്ടുവും ബബ്ലുവും കൂടി കാലിം ബയ്യെ മീറ്റ് ചെയ്യാൻ വേണ്ടി നേരെ ഗൺ ഫാക്ടറിയിലേക്ക് വരുന്നു. ഫാക്ടറിയിൽ എത്തിയ ഉടൻ തന്നെ ബബ്ലു കാലിം ബയ്യയോട് ജോൺപൂരിൽ വെച്ച് ഒരു അബദ്ധം പറ്റിയതാണ് എന്നുമെല്ലാം അയാളോട് കുറ്റസമ്മതമെല്ലാം ചെയ്യുന്നു. എന്നാൽ കാലിം ബയ്യ അവരോട് ചോദിക്കാതെ ശുക്ലയെ കൊന്നതിൻ്റെ പേരിൽ അവരോട് രണ്ടുപേരോടുമായി വളരെയധികം ഷൗട്ടെല്ലാം ചെയ്യുന്നു. എന്നാൽ ഗുണ്ടു രവിശങ്കർ നമ്മുടെ ശത്രുവായിരുന്നെന്നും അതുകൊണ്ട് അയാൾ മരിച്ചതുകൊണ്ട് നമുക്ക് ഗുണം മാത്രമല്ലേ ഉള്ളൂ എന്ന് അവരോടെല്ലാമായി പറയുന്നു. എന്നാൽ ആ സമയം കാലിം ബയ്യയുടെ അച്ഛൻ ഇവിടെ പ്രശ്നം രവിശങ്കർ അല്ലെന്നും അവരോട് അനുവാദമൊന്നും ചോദിക്കാതെ തീരുമാനമെല്ലാം സ്വന്തം ഇഷ്ടത്തിന് എടുത്തതിൻ്റെ പേരിലാണ് നിങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തിയത് എന്നുമെല്ലാം ഗുണ്ടുവിനോട് പറയുന്നു. എന്നാൽ ആ സമയം ഗുണ്ടു അവരെ AK-47 വെച്ച് എല്ലാവരും കൂടി സറൗണ്ട് ചെയ്തിരിക്കുകയായിരുന്നെന്നും രക്ഷപ്പെടാൻ വേണ്ടി വേറെ നിവൃത്തിയില്ലാതെയാണ് കൊല്ലേണ്ടി വന്നത് എന്നുമെല്ലാം അവരോട് പറയുന്നു. അവരുടെ ഈ പ്രവൃത്തി കാലിം ബയ്യയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് മനസ്സിലാക്കിയ ബബ്ലു കാലിം ബയ്യയോട് അവർ രണ്ടുപേരും ഈ ജോലിയിൽ നിന്നും നിർത്തിപ്പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. ഗുണ്ടുവും ബബ്ലുവും വീട്ടിലെത്തിയ സമയം ഗുണ്ടുവിനെ സ്വീറ്റി കോൾ ചെയ്ത് ഉടൻ തന്നെ അവനെ മീറ്റ് ചെയ്യണം എന്ന കാര്യമെല്ലാം പറയുന്നു. അവിടെ കച്ചത് കാലിം ബയ്യയ്ക്ക് വേണ്ടി ഓപ്പിയമെല്ലാം സെയിൽ ചെയ്തിരുന്ന ട്രാൻസ്ജെൻഡേഴ്സിനെയാണ് കാണിക്കുന്നത്. എന്നാൽ ആ സമയം ഇൻസ്പെക്ടർ അവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ കയ്യിൽ നിന്നും ഡ്രഗ്സ് എല്ലാം പിടിച്ചെടുക്കുന്നു. ബബ്ലു തൻ്റെ അച്ഛനോട് ഇത്രയും കാലം തനിക്ക് വളരെയധികം തെറ്റുകളെല്ലാം പറ്റിയെന്നും അച്ഛൻ പറഞ്ഞ പാതയൊന്നും പിന്തുടരാത്തതിൻ്റെ പേരിൽ അവന് ഇന്ന് വളരെയധികം ദുഃഖമുണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മനസ്സ് തുറന്ന് അച്ഛൻ്റെ മുമ്പിൽ വെച്ച് പൊട്ടിക്കരയുന്നു. ആ സമയം തൻ്റെ മകൻ്റെ മനസ്സ് മാറിയത് കണ്ട് അച്ഛന് വളരെയധികം സന്തോഷമെല്ലാം ആവുന്നു. അവിടെ കച്ചത് സ്വീറ്റിയെ മീറ്റ് ചെയ്യാൻ ചെന്നിരിക്കുന്ന ഗുണ്ടുവിനെയാണ് കാണിക്കുന്നത്. ആ സമയം ഗുണ്ടു സ്വീറ്റിയോട് അവൻ കാലിം ബയ്യുമായിട്ടുള്ള ജോലിയെല്ലാം നിർത്തിയെന്നും അതുകൊണ്ട് അവനോടൊപ്പം ജീവിക്കാനുള്ള താല്പര്യമെല്ലാം പോയോ എന്ന് സ്വീറ്റിയോട് ചോദിക്കുന്നു. എന്നാൽ സ്വീറ്റി അതുകൊണ്ടൊന്നും തൻ്റെ സ്നേഹം പോയില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഗുണ്ടുവിനോട് എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കാം എന്ന കാര്യമെല്ലാം പറയുന്നു. അവിടെ കച്ചത് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ഗുണ്ടുവിൻ്റെയും സ്വീറ്റിയുടെയും വെഡ്ഡിംഗ് ആണ് കാണിക്കുന്നത്. രണ്ടുപേരുടെയും കുടുംബക്കാരെല്ലാം കൂടി അവരുടെ ഇഷ്ടപ്രകാരം കല്യാണമെല്ലാം ഭംഗിയായി നടത്തി കൊടുക്കുന്നു. കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തിയ സമയം തൻ്റെ അച്ഛൻ വധുവിനെ സ്വീകരിക്കുമോ എന്ന കാര്യത്തിൽ ഗുണ്ടു സംശയിച്ച് നിൽക്കുന്ന സമയം പണ്ഡിറ്റ് സന്തോഷത്തോടെ തൻ്റെ മരുമകളെ നേരെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റുന്നു. ഈ സമയം അച്ഛനോട് സംസാരിക്കാൻ വേണ്ടി നാണിച്ച് പുറത്തു നിൽക്കുന്ന ഗുണ്ടുവിനെ കണ്ട് പണ്ഡിറ്റ് അവനെ വേഗം ഉള്ളിലേക്ക് വിളിക്കുന്നു. അയാൾ ഗുണ്ടുവിനോട് കല്യാണം കഴിഞ്ഞതുകൊണ്ട് ഇനിയെങ്കിലും നിന്റെ സ്വഭാവത്തിൽ മാറ്റം വല്ലതും ഉണ്ടാവോ എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. എന്നാൽ ഗുണ്ടുവിൻ്റെ മറുപടി കേട്ട് അച്ഛന് അവൻ്റെ സ്വഭാവത്തിൽ ഇനി മാറ്റമൊന്നും ആയിട്ടില്ല എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നു. പണ്ഡിറ്റ് നീ ഒരു അച്ഛനാവുന്ന സമയം നിനക്ക് എൻ്റെ വേദനയെല്ലാം മനസ്സിലാവും എന്ന് പറഞ്ഞുകൊണ്ട് ഗുണ്ടുവിനോട് അകത്തേക്ക് കയറി പോകാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അവിടെ കച്ചിത് കാലിം ബയ്യയുടെ വീടാണ് കാണിക്കുന്നത്. അവിടെ അയാളുടെ ഭാര്യയും സർവന്റും കൂടി റൊമാൻസ് എല്ലാം ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്നാൽ ഇവർ ഈ റൊമാൻസ് ചെയ്യുന്നതെല്ലാം കാലിം ബയ്യയുടെ അച്ഛൻ റൂമിന് പുറത്തിരുന്ന് ഒബ്സർവ് എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ കച്ചിത് തൻ്റെ മരിച്ചുപോയ സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്നിരിക്കുന്ന മുന്നയെയാണ് കാണിക്കുന്നത്. എന്നാൽ ആ സമയം സുഹൃത്ത് തനിക്ക് വേണ്ടി മരിച്ചതിൻ്റെ പേരിൽ അവൻ വളരെയധികം ഇമോഷണൽ എല്ലാം ആവുന്നു. മുന്നയെ കണ്ട ഉടൻ തന്നെ സുഹൃത്തിൻ്റെ മുത്തശ്ശി അവൻ കുറച്ച് ദിവസമായി വീട്ടിലേക്ക് വന്നിട്ടില്ലെന്നും അവൻ ഫോൺ പോലും എടുക്കാൻ മറന്നിട്ടാണ് ഇവിടെ നിന്നും പോയത് എന്നുമെല്ലാം മുന്നയോട് പറയുന്നു. എന്നാൽ മുന്ന താൻ അത്യാവശ്യമായി സുഹൃത്തിനെ ടൗണിൽ പറഞ്ഞു വെച്ചിരിക്കുകയാണെന്നും വന്നാൽ ഉടൻ തന്നെ വീട്ടിലേക്ക് വരാൻ വേണ്ടി പറയാമെന്ന് പറഞ്ഞുകൊണ്ട് മുന്ന അവിടെ നിന്നും പോകുന്നു. അവിടെ നിന്നും പോകുന്ന സമയം ആ ഫോൺ ഉപയോഗിച്ച് തൻ്റെ ശത്രുക്കളായിട്ടുള്ള ഗുണ്ടുവിനും ബബ്ലുവിനും ഒരു പണി കൊടുക്കാം എന്ന് പ്ലാൻ ചെയ്യുന്നു. അതിനായി അവൻ മക്ബൂൽ കേൾക്കെ അന്ന് കാലിം ബയ്യയെ കൊല്ലാൻ വേണ്ടി തൻ്റെ സുഹൃത്തിനെ പറഞ്ഞു വെച്ച കൂട്ടത്തിൽ വേറെ 2 പേര് കൂടിയുണ്ട് എന്ന് ഉച്ചത്തിൽ ഫോണിലൂടെ പറയുന്നു. അവിടെ കച്ചത് മിസ്റ്റർ മിർസാപൂർ കോൺടെസ്റ്റ് ആണ് കാണിക്കുന്നത്. ആ സമയം പ്രോഗ്രാം തുടങ്ങിയ ഉടൻ തന്നെ ആങ്കർ കാലിം ബയ്യെ ചീഫ് ഗസ്റ്റായി അവിടേക്ക് ഇൻവൈറ്റ് എല്ലാം ചെയ്യുന്നു. കാലിം ബയ്യെ കണ്ട ഉടൻ തന്നെ ബബ്ലു
അയാൾക്ക് ഗ്രീറ്റിംഗ്സ് എല്ലാം കൊടുക്കുന്നുണ്ടെങ്കിലും പയ്യ അവനെ മൈൻഡ് പോലും ചെയ്യാൻ വേണ്ടി കൂട്ടാക്കുന്നില്ല. എന്നാൽ ഇതേ സമയം മക്ബൂൽ രാവിലെ മുന്നേ ഫോണിലൂടെ പറയുന്നത് കേട്ട് മരിച്ചുപോയ ആ സുഹൃത്തിന്റെ വീട്ടിൽ പരിശോധനയ്ക്കായി അവിടേക്ക് വരുന്നു. എന്നാൽ കുറെ നേരത്തെ പരിശോധനയ്ക്കൊടുവിൽ ആ മരിച്ചുപോയ സുഹൃത്തിന്റെ ഫോണെല്ലാം ലഭിക്കുന്നു. ഫോൺ കിട്ടിയ ഉടൻ തന്നെ മക്ബൂൽ ഈ വിവരമെല്ലാം കാലിം ബയ്യെ അപ്പോൾ തന്നെ വിളിച്ചറിയിക്കുന്നു. ഇതേ സമയം മക്ബൂൽ ഈ കാര്യം ചെയ്യുന്നതെല്ലാം മുന്ന തൊട്ടപ്പുറത്ത് നിന്ന് തന്നെ നോക്കി കാണുന്നുണ്ടായിരുന്നു. മക്ബൂലിന്റെ കോൾ കിട്ടിയ ഉടൻ തന്നെ കാലിം ബയ്യ ആങ്കറെ തൊട്ടടുത്ത് വിളിച്ചുകൊണ്ട് സ്വകാര്യമായി എന്തോ കാര്യമെല്ലാം പറഞ്ഞ് അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു. എന്നാൽ ആ സമയം ബയ്യ എന്താണ് പറഞ്ഞത് എന്ന കാര്യമൊന്നും ഇപ്പോൾ നമുക്ക് വ്യക്തമാക്കുന്നില്ല. വീട്ടിലെത്തിയ ശേഷം മക്ബൂൽ ആ ഫോണിൽ ഗുണ്ടുവും കോമ്പൗണ്ടറും തമ്മിൽ കാലിം ബയ്യെ ആക്രമിക്കുന്നതിന് മുമ്പായി നടത്തിയ ഫോൺ കോൺവെർസേഷൻ എല്ലാം കാണിക്കുന്നു. ഇതിൽ നിന്നും കാലിം ബയ്യയ്ക്ക് ഗുണ്ടുവിനോടുള്ള ദേഷ്യമെല്ലാം കൂടുന്നു. അവിടെ ചെയ്ത് റിസൾട്ടിന്റെ അനൗൺസ്മെന്റ് ആണ് കാണിക്കുന്നത്. ഓഡിയൻസ് എല്ലാം ഗുണ്ടു ജയിക്കുന്നതും പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയം ആങ്കർ മറ്റൊരു വ്യക്തിക്ക് അവാർഡെല്ലാം എടുത്തു കൊടുക്കുന്നു. ഇത് കണ്ട് ഗുണ്ടുവിന് ഒട്ടും തന്നെ സഹിക്കുന്നില്ല. ഗുണ്ടു തന്റെ ദേഷ്യം സഹിക്കാനാവാതെ സ്റ്റേജിൽ കയറി വന്ന് ആ പ്രൈസ് വാങ്ങിയ വ്യക്തിയുടെ കയ്യിൽ നിന്നും ഇത് തന്റെ പ്രൈസ് ആണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അത് തട്ടിപ്പറിച്ചു വാങ്ങുന്നു. എന്നാൽ ആ സമയം അവിടെ ഉണ്ടായിരുന്നവർ ഗുണ്ടുവിനെ പിടിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും തന്റെ ശക്തിയെല്ലാം ഉപയോഗിച്ച് ഗുണ്ടു അവരെ എല്ലാം അവിടെ നിന്നും അടിച്ചോടിക്കുന്നു. എന്നാൽ ആ സമയം ഗുണ്ടുവിന് നേരെ വരുന്ന ആൾക്കാരുടെ എണ്ണം കൂടുന്നത് കണ്ട് ബബ്ലു തന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കെല്ലാം എടുത്ത് ഫയർ ചെയ്ത് ആൾക്കാരെ ഓടിക്കാൻ വേണ്ടി തുടങ്ങുന്നു. എന്നാൽ സമനില നഷ്ടപ്പെട്ട ഗുണ്ടു സ്റ്റേജിലുണ്ടായിരുന്ന ഒരു വ്യക്തിയെ തല്ലി ചതയ്ക്കുന്നത് കണ്ട് ബബ്ലു അവനെ പിടിച്ചു മാറ്റാൻ വേണ്ടി അവന്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നാൽ ഈ സമയം സമനില നഷ്ടപ്പെട്ടു എടുക്കുന്ന അവൻ തന്റെ അനിയനാണ് എന്ന് പോലും നോക്കാതെ ബബ്ലുവിനെയും ആക്രമിക്കാൻ വേണ്ടിയെല്ലാം നോക്കുന്നു. എന്നാൽ അപ്പോഴേക്കും സ്വീറ്റി ഇടപെട്ടുകൊണ്ട് ഗുണ്ടുവിനെ മൊത്തത്തിൽ ശാന്തനെല്ലാം ആക്കുന്നു. അവിടെ കച്ചിത് കാലിം ബയ്യയുടെ വീടാണ് കാണിക്കുന്നത്. ബയ്യ മുന്നേക്ക് അയാളുടെ കയ്യിലുള്ള തോക്കെല്ലാം കൊടുത്തുകൊണ്ട് നീ ആഗ്രഹിച്ചതുപോലെ ഇനി മുതൽ മിർസാപൂരിന്റെ കൺട്രോളെല്ലാം നിന്റെ കയ്യിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവനോട് ഗുണ്ടുവിനെയും ബബ്ലുവിനെയും കൊല്ലാൻ വേണ്ടിയെല്ലാം ആവശ്യപ്പെടുന്നു. തന്റെ അച്ഛൻ തന്നോട് ആദ്യമായി ആവശ്യപ്പെട്ട കാര്യമായതുകൊണ്ട് താൻ ഉറപ്പായും തന്റെ കഴിവെല്ലാം ഇത് തെളിയിക്കുമെന്ന് തന്റെ അച്ഛന് വാക്കെല്ലാം കൊടുക്കുന്നു. ഇത്രയും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.